സമാധാനപരമായ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ല. അത് ഒരു പ്രധാന ഡിമാൻഡ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ട്. ഒപ്പം ഹോർമുസിലൂടെ കപ്പലുകൾ കടന്നു പോകാൻ പണം ഈടാക്കും, ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ചർച്ച കൊണ്ട് കാര്യമില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നത്. ഉപാധികൾ വളരെ കൃത്യമായി തന്നെ ഇറാൻ മുന്നോട്ട് വെച്ചാണ് റഷ്യയിലേക്ക് കടന്നത്. റഷ്യയിലേക്ക് പ്രതിനിധികൾ പോയത്. റഷ്യൻ പ്രസിഡന്റിനെയും ഇക്കാര്യം അറിയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിൽ റഷ്യ ചില നീക്കങ്ങൾ നടത്തിയിരുന്നല്ലോ. വേണമെങ്കിൽ യുറേനിയം, ഇറാന്റെ യുറേനിയം ഞങ്ങൾ കൈവശമാക്കാം, അങ്ങനെ ഒരു കോംപ്രമൈസിന് അമേരിക്ക തയ്യാറായാൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം, നമുക്ക് ആദ്യഘട്ടത്തിൽ ഇറാനെ ആക്രമിക്കില്ല എന്ന ഉറപ്പ് അമേരിക്ക നൽകുക, അതിനുശേഷം ഹോർമുസുമായി ബന്ധപ്പെട്ടും ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ടും ചർച്ച നടത്താം എന്നൊരു മൂന്നിന ഉപാധികളും ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരമൊരു ഉപാധികൾ പാകിസ്ഥാന് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇറാന്റെ പുതിയൊരു നീക്കമെന്ന് പറയുന്നത്. അല്ലാതെ നേരിട്ടുള്ള ചർച്ചകൾക്ക് അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ആദ്യഘട്ടത്തിൽ നടന്ന ചർച്ചകളുടെ ഫലം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരു തീരുമാനവുമാകാതെ രണ്ട് കൂട്ടരും വിട്ടു പിരിയുകയാണ് ഉണ്ടായത്. അതിനുശേഷം ട്രംപിന്റെ മുന്നറിയിപ്പ് എല്ലാം ഉണ്ടായിരുന്നു, ഇറാനെ ആക്രമിക്കുമെന്നുള്ള അന്ത്യശാസനമെല്ലാം വന്നതാണ്. എന്നാൽ ഈ ആക്രമണം ആരംഭിക്കുന്നതിന് കേവലം മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ട്രംപ് ഈ വെടിനിർത്തലിന്റെ കാലയളവ് അത് പിന്നീട് നീട്ടി നൽകുകയുണ്ടായത്. ഇപ്പോൾ ഒരു ചർച്ച പുനരാരംഭിക്കും വരെ, ഇനി അടുത്തൊരു ചർച്ച പുനരാരംഭിച്ച് ഇറാൻ പുതിയ ഇന നിർദ്ദേശങ്ങൾ യുഎസിന് മുന്നിൽ വയ്ക്കും വരെ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ ഉണ്ടാകും എന്നതായിരുന്നു ട്രംപിന്റെ അവസാനം വന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇതുവരെയായിട്ടും ഇറാൻ പുതിയ തരത്തിലുള്ള ഒരു സൂചനകളും, ശുഭകരമായിട്ടുള്ള ഒരു സൂചനകളും യുഎസിന് മുന്നിൽ വെച്ചിട്ടില്ല. ഇപ്പോഴും ഈ ചർച്ചകളോട് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇറാൻ പിന്നെയും എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു നിലപാട് ഇറാൻ തുടർന്നു വരുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ സമ്മർദ്ദത്തിലായിരിക്കുന്നത് യുഎസ് തന്നെയാണ്. യുഎസ് ഈ ചർച്ചകളോട് വലിയ തരത്തിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സൂചനകൾ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ ചർച്ചകൾ നടന്നേക്കും എന്നുള്ള ഒരു തീയതി കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇത്തരമൊരു തീയതിയായിട്ട് ആദ്യം നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ആ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് യുഎസിൻ്റെതായി നിരവധി വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് വരുന്നു. JD വാൻസ് ഉൾപ്പെടെ പാകിസ്ഥാനിലേക്ക് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നു. എന്നാൽ അന്ന് ഇറാൻ തങ്ങളുടെ പ്രതിനിധികളെ അയക്കാൻ തയ്യാറായില്ല. ഇപ്പോഴിതാ വീണ്ടും ഇറാൻ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിലേക്ക് തങ്ങളുടെ പ്രതിനിധികളെ അയക്കുന്നു. എന്നാൽ ഇത് ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായിക്കൊണ്ട് വന്നതാണെന്നുള്ള തരത്തിൽ യുഎസ് തെറ്റിദ്ധരിച്ച് അവരുടെ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫിനെയും ജാരഡ് കുഷ്ണറിനെയും ഫ്ലൈറ്റ് കയറ്റി ഉടൻ തന്നെ ഇറാനിലേക്ക് പറഞ്ഞയക്കുന്നു. ആ ഒരു ചർച്ചകൾ ശുഭകരമാണെങ്കിൽ JD വാൻസിനെ അയക്കാമെന്നതായിരുന്നു യുഎസിന്റെ നിലപാട്. പക്ഷേ ഈ പ്രതിനിധികളെ അയച്ച് പകുതി വഴിക്ക് തന്നെ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് അവർക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. എന്തായാലും ഈ രണ്ട് ഘട്ടത്തിലാണെങ്കിലും ഇറാൻ ചർച്ചയോട് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. ഇറാന്റെ ഉപാധികൾ അംഗീകരിച്ചാൽ മാത്രമേ ഇനി അടുത്ത നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാകൂ എന്നതാണ് ഒരു നിലപാട്. എന്നാൽ ഇതിനിടയിൽ ഇറാൻ അമേരിക്ക ചർച്ചകൾക്കായി ഒരുക്കിയ സെറീന ഹോട്ടൽ പരിസരത്തെ നിയന്ത്രണങ്ങൾ പാകിസ്ഥാൻ പിൻവലിച്ചു. റെഡ് സോൺ മേഖലയും ഒഴിവാക്കി. നേരിട്ടുള്ള ചർച്ചകൾ ഉടനെ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കാനുള്ള സാധ്യതകൾ അവസാനിച്ചോടെയാണ് ഇത്. ഏതായാലും ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ ലോക്ക്ഡൗൺ സമാനമായ സുരക്ഷയിൽ പാകിസ്ഥാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഇത് പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് ചർച്ച നടക്കില്ല എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാന വിവരം, ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങൾ സമവായത്തിനായി നയതന്ത്ര ചർച്ചകൾ സജീവമാക്കി എന്നുള്ളതാണ്. ഖത്തർ പ്രധാനമന്ത്രി, ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി, ഫ്രാൻസ് വിദേശകാര്യമന്ത്രി എന്നിവർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുമായി ഫോണിൽ സംസാരിച്ചു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളുണ്ട്. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി അബ്ബാസ് അരക്ചി അടക്കമുള്ള ആളുകൾ വിവിധ രാജ്യങ്ങൾ, ഒമാനിലും പാകിസ്ഥാനിലും റഷ്യയിലുമായി ഇപ്പോൾ സന്ദർശനത്തിലാണ്. സൗദി വിദേശകാര്യമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ UAE വിദേശകാര്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്നോ നാളെയോ സംസാരിക്കും. ഇത്തരത്തിൽ നിരവധി ശ്രമങ്ങൾ ആഗോളതലത്തിൽ നടത്തുന്നുണ്ടല്ലോ അജയ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ ലോകരാജ്യങ്ങളെല്ലാം ചെന്നുപെട്ട ഒരു പ്രതിസന്ധിയുണ്ട് എണ്ണ ഉപഭോഗവുമായി ബന്ധപ്പെട്ട്. ഗൾഫ് മേഖലയാകെ അവരുടെ ടൂറിസവും എണ്ണ വിതരണവും ഒക്കെ വല്ലാതെ പ്രതിസന്ധിയിലാണ്. ഹോർമുസിൽ വിഷയങ്ങൾ അതികഠിനമായി തുടരുന്നു. അമേരിക്ക കടുംപിടുത്തം വിടുന്നില്ല. സ്വാഭാവികമായും ഈ പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്ന ലോകരാജ്യങ്ങൾ അവർ നേരിട്ടിടപെടുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നതും ഇതുകൊണ്ട് തന്നെയാണ്.
ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാൻ ഉപരോധം അത് മുൻപത്തേനേക്കാൾ കൂടുതൽ ശക്തമായതായിട്ടാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. മുൻപത്തെ ഉപരോധത്തിൽ ഇറാൻ തങ്ങളുടെ ചില സൗഹൃദ രാഷ്ട്രങ്ങളെ ഈ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സൗഹൃദ രാഷ്ട്രങ്ങളുടെ ഗതാഗതമാണെങ്കിലും അത് കൂടുതൽ കടുപ്പിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇറാൻ ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് പ്രത്യേക ടോൾ പിരിവിന് പണം നൽകണം, അതുപോലെ തന്നെ IRGCയുടെ പ്രത്യേക അനുമതി വാങ്ങണം, അതുപോലെ IRGC നിർദ്ദേശിക്കുന്ന പാതയിലൂടെ മാത്രമേ യാത്ര ചെയ്യാവൂ. ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്താലും മറ്റൊരു പ്രതിസന്ധി അവരെ കാത്തിരിക്കുന്നത് അമേരിക്കൻ ഉപരോധം തന്നെയാണ്. അമേരിക്കൻ കപ്പലുകളാണെങ്കിലും അമേരിക്കയുടെ അതുവഴി വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകളാണെങ്കിലും ഇതുവഴി യാത്ര ചെയ്യുന്ന കപ്പലുകൾ അത് ഇറാനിയൻ ബന്ധമില്ലാത്ത കപ്പലുകളാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് ചെക്കിംഗ് പോയിന്റുകളും അത് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ അത് കാരണം തന്നെയാണ് ഇപ്പോൾ നിരന്തരമായിട്ട് തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില $100 മുകളിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ഇപ്പോൾ നിലവിലെ വില ഇന്ന് രാവിലത്തെ ഒരു സൂചിക അനുസരിച്ച് $106 പെർ ബാരൽ എന്നുള്ള കണക്കിലാണ്. എന്തായാലും ഈ ഉപരോധം അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ വില അത് ക്രമാതീതമായി ഉയരാൻ സാധ്യതയുണ്ട്. ട്രംപ് തന്നെ പറയുന്നത് ചിലപ്പോൾ $200 വരെ ആകാൻ സാധ്യതയുണ്ടെന്നാണ്. ഇത് ലോക സമാധാനത്തിന് വേണ്ടി നൽകുന്ന ചെറിയൊരു തുകയായിട്ട് എല്ലാവരും കരുതണം എന്നതാണ് ട്രംപിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഹോർമുസ് കടലിടുക്കിലെ ഒരു ഉപരോധം അത് എങ്കിലും അവസാനിപ്പിച്ച് മുൻപത്തേതുപോലെ സൗഹൃദ രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് നിയന്ത്രണമില്ലാതെ യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇത്തരം രാജ്യങ്ങളെല്ലാം ഇറാനോട് പങ്കുവച്ചത്. നേരത്തെ നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇറാൻ ഈ ഹോർമുസ് അടച്ച സമയത്താണെങ്കിലും അതുപോലെ രണ്ടാം ഘട്ടത്തിൽ അമേരിക്കൻ ഉപരോധത്തിലുള്ള പ്രതിഷേധമായി ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചപ്പോഴാണെങ്കിലും ഇന്ത്യ അടക്കം ഇറാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോഴാണെങ്കിലും ഈ രണ്ടാം ഘട്ട ഉപരോധം വന്നതിന് ശേഷമാണെങ്കിലും ഇന്ത്യയുടേതായിട്ടുള്ള ആശങ്കകൾ ഇറാനോട് പങ്കുവയ്ക്കുകയും ചെയ്തു. അതാണ് ഇതിനിടയിൽ ഇറാന്റെ ഒരു മറുപടി വരുന്നത് എണ്ണ ഉൽപാദന സൗകര്യങ്ങൾ തകർത്താൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇപ്പോൾ ഇറാൻ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ സഹാബ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എണ്ണക്കിണർ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് US ഉപരോധം മൂലം നാശനഷ്ടം സംഭവിച്ചാൽ അതിന് കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങളിൽ സമാനമായ സൗകര്യങ്ങളിൽ 4 ഇരട്ടി നാശനഷ്ടങ്ങൾ വരുത്തും എന്നുള്ളതാണ്. ഇറാന്റെ കണക്കുകൾ വ്യത്യസ്തമാണ്. ഒരു എണ്ണക്കിണറിന് പകരം 4 എണ്ണക്കിണറുകൾ എന്നാണ് ഞങ്ങളുടെ രീതി എന്നാണ് ഇറാന്റെ തിരിച്ചടി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ഇതിനിടയിൽ നമുക്കറിയാം ഈ ഇറാൻ അമേരിക്ക സമാധാന ശ്രമങ്ങളിൽ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ സമാധാന ശ്രമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഈ ലെബനനിലെ വെടിനിർത്തൽ കരാറായിരുന്നു. അതിന് കാർമ്മികത്വം വഹിച്ചത് താനാണ് എന്ന് ട്രംപ് തുടർച്ചയായി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത തെക്കൻ ലെബനനിൽ ഇസ്രായേൽ തീമഴ പെയ്യുകയാണ് എന്നുള്ളതാണ്. ആക്രമണങ്ങളിൽ 2 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെടെ 14 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വെടിനിർത്തലിനെ തുടർന്ന് വീടുകളിലേക്കൊക്കെ മടങ്ങിയെത്തിയ 75% വരുന്ന ഗ്രാമീണർക്ക് വീണ്ടും അവരുടെ വീടുകൾ വിട്ട് പലായനം നടത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. അതായത് പ്രധാന സ്ഥലങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് നേരെ ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.